ഭക്തി ഉണ്ടായതുകൊണ്ട് മാത്രം സാമ്പത്തിക ഉയർച്ചയോ ജീവിത വിജയമോ ഉറപ്പല്ല എന്നത് പലർക്കും ആദ്യം കേൾക്കുമ്പോൾ ഒന്ന് കടുപ്പമായി തോന്നാം. എന്നാൽ ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതൊരു വലിയ സത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഭക്തി എന്നത് മനുഷ്യനെ ആത്മീയമായി ശക്തമാക്കുന്ന ഒരു മാർഗമാണ്. എന്നാൽ ഭൗതിക ലോകത്തിൽ വിജയിക്കാൻ അതോടൊപ്പം ശരിയായ ചിന്ത, പ്രവർത്തനം, ശീലങ്ങൾ, അറിവ് എന്നിവയും ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഉയർച്ച നേടണമെങ്കിൽ നമ്മൾ യൂണിവേഴ്സ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കണം. ഈ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ മാറ്റങ്ങളുണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോയി, എല്ലാ വഴിപാടുകളും ചെയ്തു, സമ്പത്തിന്റെ വലിയൊരു ഭാഗം ചിലവഴിച്ചു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയുന്നില്ല, ഉയർച്ചയൊന്നും സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാന കാരണം ഭക്തിയെ മാത്രം ആശ്രയിച്ച് ജീവിതത്തിലെ മറ്റു ഘടകങ്ങളെ അവഗണിക്കുന്നതാണ്. ഭക്തി നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. എന്നാൽ അത് പ്രവർത്തനത്തിന് പകരം വരാനാവില്ല. പ്രകൃതിയെല്ലാം പ്രവർത്തിക്കുന്നത് കൃത്യമായ നിയമങ്ങൾ പ്രകാരമാണ്. ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർമ്മത്തിന്റെ നിയമമാണ്. ഭൂമി ഒരു കർമ്മലോകമാണ്. ഇവിടെ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഒരു കാരണമുണ്ടാകും. ഓരോ പ്രവൃത്തിക്കും ഒരു ഫലവുമുണ്ടാകും. നമ്മളൊരു വിത്ത് നട്ടാൽ അതുടനെ ഫലം നൽകില്ല, പക്ഷേ സമയം കഴിഞ്ഞ് അത് വളർന്ന് ഫലം നൽകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഫലമായി പ്രത്യക്ഷപ്പെടുന്നു. നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല ഫലങ്ങൾ നൽകും. മോശമായ ചിന്തകളും പ്രവൃത്തികളും മോശമായ ഫലങ്ങൾ നൽകും. അതിനാൽ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കർമ്മം മാറ്റേണ്ടതുണ്ട്. കർമ്മം മാറ്റുക എന്നത് നമ്മുടെ ചിന്തകളും ശീലങ്ങളും പ്രവർത്തനങ്ങളും മാറ്റുക എന്നർത്ഥമാണ്. കർമ്മത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ആദ്യപടി നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നതാണ്. മനുഷ്യന്റെ ജീവിതം അവന്റെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന് നിർണ്ണയിക്കുന്നത്. പല പഠനങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും പറയുന്നത് സാധാരണ മനുഷ്യരുടെ ചിന്തകളിൽ വലിയൊരു ശതമാനം നെഗറ്റീവാണ് എന്നാണ്. ഭയം, അസൂയ, ക്രോധം, വിഷാദം, നിരാശ ഇതുപോലുള്ള ചിന്തകൾ നമ്മെ താഴേക്ക് വലിക്കുന്നതാണ്. എന്നാൽ യോഗികളും ധ്യാനം ചെയ്യുന്നവരും അവരുടെ ചിന്തകളെ നിയന്ത്രിച്ച് കൂടുതൽ പോസിറ്റീവായി ജീവിക്കുന്നു. ഇതൊരു പ്രത്യേക കഴിവല്ല, ആരും അഭ്യസിക്കാവുന്ന ഒന്നാണ്. ചിന്തകളെ ശുദ്ധമാക്കാൻ ഒരു ലളിതമായ മാർഗം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ എഴുതി പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മൾ ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ, അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതുക. പിന്നീട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ പേപ്പർ കത്തിക്കുകയോ വെള്ളത്തിൽ ഒഴുക്കുകയോ ചെയ്യാം. ഇതൊരു സിംബോളിക് പ്രക്രിയയായാലും മനസ്സിൽ വലിയൊരു ഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതോടൊപ്പം ദിവസവും മന്ത്രജപം ചെയ്യുന്നതും ധ്യാനം ചെയ്യുന്നതും മനസ്സിനെ കൂടുതൽ ശാന്തവും കേന്ദ്രീകൃതവുമാക്കുന്നു. ഭക്ഷണവും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തെയും മനസ്സിനെയും നേരിട്ട് ബാധിക്കുന്നു. സാത്വികമായ ഭക്ഷണം, പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ മനസ്സിനെ ശുദ്ധമാക്കുകയും പോസിറ്റീവ് ചിന്തകൾക്ക് സഹായിക്കുകയും ചെയ്യും. അതേസമയം അമിതമായതോ അശുദ്ധമായതോ ആയ ഭക്ഷണം ശരീരത്തിലും മനസ്സിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതിനാൽ ഭക്ഷണം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നത് വലിയ മാറ്റങ്ങളുണ്ടാക്കും. ചെറിയ ശീലങ്ങൾ പോലും, ഉദാഹരണത്തിന് വൈകിട്ട് അധികമായി ഭക്ഷണം ഒഴിവാക്കുക, ശരീരത്തിന്റെ സ്വാഭാവിക തളം നിലനിർത്താൻ സഹായിക്കും. ശരിയായ ദിനചര്യയും വിജയത്തിനുള്ള ഒരു പ്രധാന ഘടകമാണ്. പ്രകൃതിയിലെല്ലാം ഒരു നിശ്ചിത ക്രമത്തിൽ നടക്കുന്നു. പകലും രാത്രിയും കാലാവസ്ഥകളും എല്ലാം മനുഷ്യനും അതിന്റെ ഭാഗമാണ്. അതിനാൽ നമ്മളും ഒരു ക്രമത്തിലുള്ള ജീവിതം നയിക്കണം. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും വളരെ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നന്ദി പറയുന്നത് ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കും. ധ്യാനം, യോഗ, വ്യായാമം എന്നിവ ദിവസത്തിന്റെ തുടക്കത്തിൽ ചെയ്യുന്നത് മനസ്സിനെ ശക്തമാക്കുകയും ദിവസമെങ്ങും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അറിവ് എന്നത് ഒരിക്കലും നഷ്ടമാകാത്ത സമ്പത്താണ്. ജീവിതത്തിൽ ഉയർച്ച നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും പഠനം നിർത്തരുത്. നിങ്ങളൊരു ജോലിക്കാരനായാലും വിദ്യാർത്ഥിയായാലും ബിസിനസ്സുകാരനായാലും എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമ്മളും അതിനൊപ്പം വളരേണ്ടതുണ്ട്. പുതിയ സ്കിൽസ് നേടുക, പുതിയ ആശയങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക. ഇവയെല്ലാം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. അറിവ് ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ 4 കാര്യങ്ങൾ ചിന്ത,
ഭക്ഷണം, ദിനചര്യ, അറിവ് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മം ശുദ്ധമാകുന്നത്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല, ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചാലും ഫലങ്ങൾ ഉടനെ കാണാനാവില്ല. പക്ഷെ അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. പ്രകൃതിയുടെ നിയമം പ്രകാരം ഓരോ കാര്യത്തിനും അതിന്റെ സമയമുണ്ടാകും. നമ്മൾ ശരിയായ ദിശയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫലങ്ങൾ ഉറപ്പായും ലഭിക്കും. ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്നത് സ്വാഭാവികമാണ്. വിജയിച്ച എല്ലാ ആളുകളും പല പരീക്ഷണങ്ങളും പരാജയങ്ങളും നേരിട്ടിട്ടുള്ളവരാണ്. പക്ഷെ അവർ ഒരു കാര്യമാണ് ചെയ്തത്, അവർ പോരാട്ടം നിർത്തിയില്ല. അവരവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മാറ്റി വീണ്ടും വീണ്ടും ശ്രമിച്ചു. അതിനാൽ തന്നെ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞു. നമ്മളും അതുപോലെ തന്നെ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ അവയെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകണം. അവസാനമായി, ഭക്തി ഒരു ശക്തിയാണ്, പക്ഷേ അത് പ്രവർത്തനവുമായി ചേർന്നാൽ മാത്രമേ ഫലം നൽകൂ. ദൈവത്തിൽ വിശ്വാസമുണ്ടാകുക, എന്നാൽ അതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും മാറ്റി സ്ഥിരതയോടെ മുന്നോട്ടു പോകുക. അപ്പോൾ മാത്രമാണ് യഥാർത്ഥ ജീവിത വിജയം നമ്മൾ അനുഭവിക്കുന്നത്. വിജയമെന്നത് പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് സ്ഥിരമായ പരിശ്രമത്തിന്റെ ഫലമാണ്. അതിനാൽ ഇന്ന് തന്നെ ചെറിയ മാറ്റങ്ങൾ ആരംഭിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ, ശീലങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ. അതിലൂടെ നിങ്ങളുടെ ജീവിതം പതുക്കെ ഉയർച്ചയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.